ഓക്കെ, നമ്മളിപ്പം ഇത് താഷ്കൻ മെഡിക്കൽ അക്കാഡമിയുടെ മെയിൻ ബ്ലോക്കാണ്. ഈ മെയിൻ ബ്ലോക്കിലേക്ക് നമ്മൾ പോവാം. ഇതിനകത്ത് ഓരോ ഫ്ലോറിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനകത്താണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്കിനകത്തേക്ക് പോയി നോക്കാം. ഓക്കെ, ഈ കാണുന്നത് ഇവിടുത്തെ ഈ താഷ്കൻ മെഡിക്കൽ അക്കാഡമി ടൈപ്പ് ചെയ്തിട്ടുള്ള ട്വിന്നിങ് പ്രോഗ്രാംസ് അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ലോഗോസും കാര്യങ്ങളുമാണ്. നമുക്ക് കാണാം. ഇത് സൈഡിൽ കാണുന്നത് സ്റ്റഡി ഏരിയയാണ്. പിള്ളേർക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം. അത്യാവശ്യം ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. ഏതൊക്കെ ഫ്ലോറിലാണ് ഇതുള്ളത്? ഇപ്പോൾ ഫസ്റ്റ് 8 ഫ്ലോറാണ് ടോട്ടൽ ഉള്ളത്. ഇത് സ്റ്റിമുലേഷൻ മാർക്ക്, അതായത് ഫസ്റ്റ് ഫ്ലോർ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഫസ്റ്റ് ഫ്ലോറാണ്. അതിനപ്പുറത്തേക്ക് ഫാർമക്കോളജിയാണ്. ഇത് 2 ഫാർമക്കോളജിയാണ്. 5th അനാട്ടമി. അതായത് അനാട്ടമിയാണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ അല്ലേ. ഫസ്റ്റ് ഇയറിലും കുറച്ച് ഭാഗം, സെക്കൻഡ് ഇയറിലും അനാട്ടമി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സൊക്കെ ഇപ്പോൾ കിടക്കുന്നത് 5th ബ്ലോക്കിലാണ്. ലിഫ്റ്റിലുണ്ടോ? ലിഫ്റ്റിൽ അത്യാവശ്യം ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പിനെ കയറി പോവാം. അപ്പോൾ നമ്മൾ 3rd ഫ്ലോറിലാണുള്ളത്. 3rd ഫ്ലോറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇതാണ് ഒരു ക്ലാസ് റൂം. ലുക്ക് ലൈക്ക് ദിസ്. ഇതുപോലെയാണ് ഒരു ക്ലാസ് റൂം ഉണ്ടാവുക. ഇതാണ് ഫാർമക്കോളജി ബ്ലോക്കാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇതിനകത്ത് ഇപ്പം ക്ലാസ് റൂംസൊക്കെ വരുന്നേ ഉള്ളൂ. സ്റ്റുഡൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ക്ലാസ് നടക്കുന്നുണ്ട്. യു ക്യാൻ സി. ഇത് ഒരു ഉസ്ബെക്ക് സ്റ്റുഡൻസ് ആണ്. ഇങ്ങനെയാണ് ലെക്ചർ ഹാൾ ഉണ്ടാവുക. അതിപ്പോൾ ഫാർമക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലെക്ചർ ഹാളാണ്. ലെക്ചർ ഹാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം 30-40 കുട്ടികൾക്ക് ഒരേ സമയത്ത് ക്ലാസ്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെറിയ ബാച്ചുകൾ ഒരുമിച്ച് കൂടിയിട്ടാണ് ലെക്ചർ ഹാൾസ് ഉണ്ടാവുക. കംപ്ലീറ്റ് പാക്ക് ചെയ്തിട്ടുള്ള ലെക്ചർ ഹാൾസാണ്. ഡിജിറ്റൽ ക്ലാസ്സസ് ആണ് ഉണ്ടാവുക. 3-4 പിന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നമുക്കിത് കാണാൻ വേണ്ടി പറ്റും. പിള്ളേർക്ക് ഇതിനകത്തുനിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ, ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നടക്കുക. ഓക്കെ, വിൽ മൂവ്. നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് പോകും. അത് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു സ്റ്റേഡിയമാണ്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഉസ്ബെക്കിൽ ഇത്രയും വലിയൊരു സ്റ്റേഡിയവും ഇത്രയും വലിയൊരു സ്പോർട്സ് ഫെസിലിറ്റീസ് ഉള്ളൊരു യൂണിവേഴ്സിറ്റി വേറെ ഇല്ല. നമുക്ക് എന്തായാലും അതിൻ്റെ അടുത്തേക്ക് പിന്നെ പോവാം. ഇപ്പോൾ നമ്മൾ 4th ഫ്ലോറിലാണ് താഷ്കൻ മെഡിക്കൽ അക്കാഡമിയുടെ. ഇവിടെയാണ് റെക്ടർ ഓഫീസ്. അതായത് റെക്ടറാണ് യൂണിവേഴ്സിറ്റിയുടെ കംപ്ലീറ്റ്, നമ്മുടെ നാട്ടിലെ വൈസ് ചാൻസലർ എന്നൊക്കെ പറയുന്ന പോലെ യൂണിവേഴ്സിറ്റിയുടെ കംപ്ലീറ്റ് കൈകാര്യം ചെയ്യുന്നതാണ് റെക്ടർ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്കുള്ള പെർമിഷൻ ഇപ്പോൾ അവൈലബിൾ അല്ല. നമുക്ക് അങ്ങനെ ചാടി കയറി പോകാനൊന്നും പറ്റില്ല. ഓൾറെഡി നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള ഫ്ലോർസിലേക്ക് കയറാനുള്ള. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ കുട്ടികളുടെ പേപ്പർ വർക്ക്, ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ, നാട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്ന റെക്ടർ ഓഫീസിലാണ്. വിൽ ഗോ ടു അതർ ഫ്ലോർ, അനാട്ടമി ഫ്ലോറിലേക്ക് പോകാം. 5th ഫ്ലോർ അനാട്ടമിയുടെ ക്ലാസ് റൂംസ് ആണ് കാണുന്നത്. ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ക്യാമ്പസിനെ പോലെയല്ല. ഇവിടെ ക്യാമ്പസിനകത്ത് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ്. നമുക്കധികം നമ്മളീ ഉണ്ടാക്കുന്ന ശബ്ദമല്ലാണ്ട് പുറത്തേക്ക് ഭയങ്കര നിശബ്ദമായിട്ടുള്ള രീതിയിലാണ് ഇവരുടെ കാര്യങ്ങൾ. ഒരു കൾച്ചർ അങ്ങനെയാണ്. യൂറോപ്യൻ കൾച്ചറാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഈ യൂസ്ബെക്ക് ആണെങ്കിലും മറ്റുള്ള സോവിയറ്റ് കൺട്രീസൊക്കെ ആണെങ്കിലും ഫോറിൻ സ്റ്റുഡൻസിൻ്റെ ക്ലാസ് റൂമാണ്. ക്ലാസ് റൂം ഉസ്ബെക്കി കുട്ടികളാണ്. ഇവിടെ സ്റ്റാഫ് റൂം, ടീച്ചേഴ്സ് റൂം, ഓരോ ക്ലാസ് റൂമിന് മുന്നിലും അവരുടെ ടീച്ചേഴ്സിന്. ഇത് ഓക്കെ. ഇപ്പോൾ നമ്മൾ അനാട്ടമീൻ്റെ ഒരു സൈഡിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അനാട്ടമിയുടെ ഒരു ലാബാണ്, സ്ട്രക്ചറൽ ലാബാണ് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അനാട്ടമിയുടെ സ്ട്രക്ചറൽ ലാബ്സാണ് കാണാം. അപ്പോൾ നമുക്കറിയാം മറ്റുള്ള യൂണിവേഴ്സിറ്റി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ക്ലാസ് റൂംസും ഡിജിറ്റലാണ്. എല്ലാ ക്ലാസ് റൂംസും ഡിജിറ്റലാണ്. മുന്നേ നല്ല പിന്നെ ഭയങ്കര ഒരു പുതിയ ബിൽഡിംഗ് ആണ് തോന്നുന്നു. ഭയങ്കര പുതിയ ബിൽഡിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷമാണ് ഈ ബിൽഡിംഗ് ഓപ്പൺ ആയത്. അപ്പോൾ നമുക്കറിയാം ലെവലപ്പിന് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നൊരു യൂണിവേഴ്സിറ്റി കൂടിയാണ് താഷ്കൻ മെഡിക്കൽ അക്കാഡമി. നമ്മുടെ നാട്ടിൽ അല്ല, ലെവലപ്പിൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്.
നമ്മൾ ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അനാട്ടമിയിൽ നിന്ന് നമ്മൾ വന്നു. ഇത് ഇസ് ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിങ്ങനെ ഒരു സ്ക്വയറിലാണ് കോളേജ് കിടക്കുന്നത്. നമ്മൾ ആദ്യം കയറിയിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അനാട്ടമിയിലേക്ക് വന്നു. ഇപ്പം നമ്മൾ ഫിസിയോളജിയിലേക്ക് വന്നു. നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് നമുക്കിവിടെ അപ്ലിക്കേഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എത്ര സമയം എടുക്കുന്നുണ്ട്? അതിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അവരെ ഡോക്യുമെൻറ്റ്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം 10 days കൊണ്ട് ടെലക്സ് അത് ഇവിടെ നിന്നുള്ളൊരു ഇൻവിറ്റേഷൻ വരും. നമ്മുടെ ആ ഒരു ഇൻവിറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പാസ്പോർട്ടിൻ്റെ കോപ്പി, ഫോട്ടോ, ഇവരെ 10th 12th നീറ്റിൻ്റെ ഒരു സ്കോർ കാർഡും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടെലക്സിന് അപ്ലൈ ചെയ്യാം. ടെലക്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇൻവിറ്റേഷനായി നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ ഈസി പ്രോസസ്സാണ്. അപ്പം കൊച്ചി കാലിക്കറ്റ് ഫ്ലൈറ്റ് ഉണ്ട്, അത് ഡൽഹി കണക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ. ഇന്നിവിടെ സെമിനാർ നടക്കുകയാണ്. താഷ്കൻഡ് മെഡിക്കൽ അക്കാഡമിയുടെ ഒരു സെമിനാർ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാമാണ് അവിടെ നമ്മൾ കണ്ടത്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ താഷ്കൻഡ് എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് മാക്സിമം അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ വേണ്ടി പറ്റും. അപ്പം ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ട. താഷ്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്യാപിറ്റൽ സിറ്റിയാണ്, ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇപ്പം മറ്റ് ഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ ട്രെയിൻ ഫെസിലിറ്റി അവൈലബിൾ ആണ്, മെട്രോ അവൈലബിൾ ആണ്. പിന്നെ പിള്ളേരുടെ ഹോസ്റ്റൽ നമുക്ക് കാണാം. എന്തായാലും ഹോസ്റ്റൽ നമ്മൾ കാണുന്നുണ്ട്. കൂടാതെ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്കകത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഇതിനകത്ത് തന്നെ അവൈലബിൾ ആണ്. പിന്നെ ഇവരുടെ നാഷണൽ മറ്റുള്ളവർക്ക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ താഷ്കൻഡ് എന്ന് പറയുന്നത് നാഷണൽ മെഡിക്കൽ, അതായത് ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ എയിംസ് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ നാഷണൽ മെഡിക്കൽ അക്കാഡമി കൂടിയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. 1920 അതായത് ഏകദേശം 102 വർഷത്തോളം പഴക്കമുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഇത്രയും പഴക്കമുള്ള യൂണിവേഴ്സിറ്റി നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷം ബിൽഡിംഗ് കൂടെ ഓപ്പൺ ആയപ്പോൾ ഏകദേശം ഒരു 300 കോടി ഇന്ത്യൻ രൂപയാണ് ഇവിടെ കഴിഞ്ഞ വർഷം ഇതിന് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഗവൺമെൻറ് ഫണ്ട് ചെയ്തിട്ട് ഒരു പ്രോഗ്രാമായിരുന്നു. ഇവിടെ നമുക്കൊന്ന് പോയി നോക്കാം, ലൈബ്രറിയിൽ പോയി നോക്കാം. കമ്മോ. അതായത് ഇവിടുത്തെ ബോർഡുകളും കംപ്ലീറ്റ് നമുക്കറിയാം ഉസ്ബെക്ക് ലാംഗ്വേജിൽ അല്ലെങ്കിൽ റഷ്യൻ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. താഷ്കൻഡിൻ്റെ ലൈബ്രറി ഹാളിലേക്കാണ് നമ്മൾ പോകുന്നത്. വി ക്യാൻ സീ ദ ലൈബ്രറി. ഞാൻ ഒരു സ്ക്വയറിലാണ് ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ആ സ്ക്വയർ ബിൽഡിങ്ങിൻ്റെ ഒരു ഓവർവ്യൂ ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. അത് നമുക്ക് ഒരു സ്ക്വയർ ടൈപ്പിലാണ് നമുക്ക് ഈ ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ കിടക്കുന്നത്. കോളേജിൻ്റെ ഫുഡ് കോർട്ട് നമുക്ക് 2 ഫുഡ് കോർട്ട് അവൈലബിൾ ആണ്. എന്തെങ്കിലും കഫേയിൽ നമുക്ക് പോകണം. ലൈബ്രറിയൻ. എന്തൊക്കെയാണ് വിശേഷം? എവിടെ? നാട്ടിലെവിടെയാണ്? പാലക്കാട്. ഓഹോ, തന്നെ. കീപ് ആൻഡ് കാം ആൻഡ് ക്വയറ്റ് ആണ്. ഇത് ഡിജിറ്റൽ ലൈബ്രറിയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ലൈബ്രറിയുടെ ടൈമിംഗ് എപ്പോഴാണെന്ന് അറിയാം നമുക്ക്? രാവിലെ 6 മണി തൊട്ട് ഈവനിങ് 5 മണി വരെയാണ്. രാവിലെ 6 മണി തൊട്ട് ഈവനിങ് 5 മണി വരെയാണ് ലൈബ്രറി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. താഷ്കൻഡ് മെഡിക്കൽ അക്കാഡമിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഇന്ത്യൻ സിലബസ് തന്നെയാണ്. NMC റൂൾ പ്രകാരമുള്ള സിലബസും കാര്യങ്ങളും തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യൻ ബുക്സും നമുക്കിവിടെ ഇന്ത്യൻ ബുക്സും ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. നമുക്ക് നാട്ടിൽ നിന്ന് ഇന്ത്യൻ ബുക്സ് കൊണ്ടുവന്നാൽ പോലും നമുക്ക് അത് വെച്ച് നമുക്ക് പഠിക്കാനും വരും. എക്സാമിന് ഈ ബുക്സ് അവൈലബിൾ ആണ്. പിന്നെ FMGന് കോച്ചിങ് ഏത് ഇയർ തൊട്ടാണ് കോച്ചിങ്? ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ തൊട്ട് FMGൻ്റെ കോച്ചിങ്. FMG എന്ന് പറഞ്ഞ കമ്പനിയാണ് കൊടുക്കുന്നത്. FMG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വന്ന് തുടർന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് FMG ടെസ്റ്റ്. FMGൻ്റെ ടെസ്റ്റ് നമ്മൾ സെക്കൻഡ് ഇയർ തൊട്ട് ഇവിടെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അത് പിള്ളേർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്.
ഫോറിൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മറ്റുള്ള ഇവിടുത്തെ ഉസ്ബെക്കി ലാംഗ്വേജിലാണ് ടെക്സ്റ്റ് ബുക്സ് ഉണ്ടാവുക. ഇവിടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റ് ബുക്സ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ക്ലിനിക്കൽ ന്യൂറോളജി ഉണ്ട്, മോട്ടോർ കൺട്രോളുണ്ട്, മൈക്രോബയോളജി തുടങ്ങി എല്ലാ ബുക്സും ഇവിടെ അവൈലബിൾ ആണ്. ഈ ഏരിയ കംപ്ലീറ്റ് നമുക്ക് ഫോറിൻ സ്റ്റുഡൻസിനുള്ള ബുക്സ് അവൈലബിൾ ആണ് ഇവിടെ. ഓക്കെ, മോഡേൺ മെഡിക്കലിലെ ഇബ്നു സീനയുടെ പേരിലുള്ള ഒരു ക്ലിനിക്കാണ് ഇവിടെ. പകരം ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉള്ള ക്ലിനിക്കാണ്. നമുക്കത് ഓവർവ്യൂവിൽ കാണാൻ വേണ്ടി പറ്റും. അത് പേഷ്യൻസ് കിടക്കുന്ന പോലെ മോഡൽസൊക്കെ വെച്ചിട്ട് എങ്ങനെയാണോ ഒരു പേഷ്യൻ്റ് ഉണ്ടാവുന്നത് ആ പേഷ്യൻ്റ് കിടക്കുന്ന അതേ മോഡലിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. സ്റ്റിമുലേഷൻ ലാബ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സ്റ്റിമുലേഷൻ ലാബ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അനാട്ടമി ഉണ്ട്, പീഡിയാട്രിക്സ്, ഇത് പീഡിയാട്രിക്സിൻ്റെതാണ്. ഇത് ഓപ്പറേഷൻ തിയേറ്ററിൽ എങ്ങനെയാണ് ഓപ്പറേഷനും കാര്യങ്ങളും നടക്കുക എന്നുള്ളതാണ് ഇവിടെ അടുത്ത് പറയുന്നത്. ഓക്കെ, ഇത് പീഡിയാട്രിക്സ് ആണ്. അപ്പം ലൈറ്റ്സ് ഓഫ് ആണ്. പീഡിയാട്രിക്സിൻ്റെ സ്റ്റിമുലേഷൻ ലാബാണ്. ഓക്കെ, ഇത് ഗൈനക്കോളജിയുടെ, അതായത് കുട്ടികൾക്ക് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് പഠിക്കുന്ന സമയത്ത് അവർ എങ്ങനെയാണ് ഗൈനക്കോളജീൻ്റെ ഒരു പേഷ്യൻ്റ് പെരുമാറുക, എന്തൊക്കെയാണ് അത് ചെയ്ത് കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കതിനകത്ത് ഈ ഒരു ഫ്ലോർ കംപ്ലീറ്റ് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സ്റ്റിമുലേഷൻ ലാബ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയത്. ക്ലിനിക്സ് എന്ന് പറയും. ഇവിടെയാണ് ഇവർക്ക് പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇവിടെ നിന്നുള്ള പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ടാണ് ഇവരുടെ 3rd ഇയർ അല്ലെങ്കിൽ 4th ഇയർ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഫസ്റ്റ് ഇയറിനും ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സബ്ജക്ട്സ് ഉണ്ട്. 1-2 സബ്ജക്ട്സൊക്കെ ഫസ്റ്റ് ഇയറിന് ക്ലിനിക്കൽ പോസ്റ്റിംഗ് കിട്ടാം. ഓക്കെ, ഇവിടെ ഇത് നമുക്ക് പേഷ്യൻറ്റിന് ലൈവായിട്ട് കാണാത്ത രീതിയിലുള്ളൊരു പഠനമാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് ഹോസ്പിറ്റൽസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പേഷ്യൻസിന് ലൈവായിട്ട് കാണാം. പേഷ്യൻസിൻ്റെ കൂടെ നമുക്ക് സംസാരിക്കാം. പേഷ്യൻസ് എങ്ങനെയാണ് പേഷ്യൻറ്റിനോട് സംസാരിക്കുന്നത് നമ്മൾ ഡോക്ടറുടെ കൂടെ നിന്നുകൊണ്ട് നമുക്കിത് പഠിക്കാൻ വേണ്ടി പറ്റും. ഇവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. മറ്റുള്ള യൂണിവേഴ്സിറ്റി കമ്പയർ ചെയ്യുമ്പോൾ NMCൻ്റെ റൂൾസ്, അതുപോലത്തെ ഇവിടുന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ ഒരുപാട് ലാംഗ്വേജസ് പഠിപ്പിക്കുന്നത്, അതൊന്ന് പറയാൻ പറ്റുമോ? അതായത് ഇവിടെ 3 ലാംഗ്വേജിൽ MBBS പഠിക്കാം. അതായത് ഒന്ന് ഉസ്ബെക്കിയൻ ലാംഗ്വേജ്, പിന്നെ റഷ്യൻ ലാംഗ്വേജ്, ഇംഗ്ലീഷ് മീഡിയം ലാംഗ്വേജ്. നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം ലാംഗ്വേജിലാണ്. അപ്പോൾ NMC ഗൈഡ് ലൈൻസ് പ്രകാരം ഇംഗ്ലീഷ് മീഡിയം ലാംഗ്വേജിൽ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് വാലിഡ് ആവുള്ളൂ. വാലിഡ് ആവുമെന്ന് പറഞ്ഞാൽ അവിടെ FMG, അതായത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ നാഷണൽ എക്സിറ്റ് എക്സാം ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസിൽ NMC പറയുന്ന ഒരു കാര്യം ഇംഗ്ലീഷ് മീഡിയം ആവണം എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ പറയുന്ന ഒരു കാര്യം 54 മന്ത് കോഴ്സ് ഡ്യൂറേഷൻ വേണം. 54 months ആണ് കോഴ്സ് ഡ്യൂറേഷൻ വേണ്ടത്. അത് ഇവിടെ ഏകദേശം 60 months വരുന്നുണ്ട്. അതായത് ഇന്ത്യൻ റെഗുലേഷൻ്റെ എബവ് 54 ആണെങ്കിൽ നമുക്ക് 60 മാസങ്ങളാണ് ഇവിടെ ക്ലാസ് അവൈലബിൾ. 4.5 വർഷമാണ്. അതിനകത്ത് ഔസറൻസി ഇൻക്ലൂഡ് ചെയ്തിട്ടാണോ 60 months വരുന്നതല്ല? ഔസറൻസി നമുക്ക് 1 year
ഇത് 54 മാസം കൂടാണ്ട് പ്ലസ് 1 ഇയർ ആണ്. 5 വർഷം കോഴ്സ്, ഇന്ത്യയിലാണെങ്കിൽ 4.5 വർഷം കോഴ്സ്, 1 ഇയർ ഹൗസ് ഏജൻസി. ഇവിടെ 5 വർഷം കോഴ്സ് പ്ലസ് 1 ഇയർ ഹൗസ് ഏജൻസി ആണ്. ടോട്ടൽ 6 വർഷമാണ് ഇവിടെ ഈ കോഴ്സ് വരുന്നത്. നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊരു 6 ഇയേഴ്സ് ഫുൾ സപ്പോർട്ട്. അതായത് ഈ കുട്ടി എയർപോർട്ട് താഷ്കൻഡ് എയർപോർട്ടിൽ ഇറങ്ങി തിരിച്ച് താഷ്കൻഡ് എയർപോർട്ടിൽ നിന്ന് കോഴ്സ് ഡ്യൂറേഷൻ കഴിഞ്ഞ് അതിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് തിരിച്ചു പോകുന്നത് വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ലെവലപ്പ് സ്റ്റഡി അബ്രോഡ് നോക്കുന്നതാണ്. അതിനകത്ത് നിങ്ങൾ ഒരു കാര്യത്തിന് പറയുന്നത് ഫീൽ ലൈക്ക് ഹോം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ കുട്ടികളോട് നമുക്ക് സംസാരിച്ച സമയത്തും അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ഇവിടെ സ്റ്റാഫ് അവൈലബിൾ ആണ്. അക്കാഡമിക് സൈഡ് നമുക്ക് ഹോസ്റ്റൽ നമുക്ക് ഓക്കെ ഹോസ്റ്റൽ അക്കോമഡേഷൻ അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങൾ നമുക്ക് ഷോപ്പിംഗ് കാര്യങ്ങൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളിവിടെ സ്റ്റാഫ് ലെവലപ്പിൻ്റെ സ്റ്റാഫ് തന്നെ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് താഷ്കൻഡിൽ അവൈലബിൾ ആണ്. ദേ വിൽ മാനേജ് എവറിത്തിങ്. യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് ആണ്, ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ സ്റ്റിമുലേഷൻ ലാബ്സ് ആണ് ഇവിടെ. ഇപ്പോൾ ക്ലാസ് നടക്കുന്നുണ്ട്. ആൻഡ് വി ആർ നോട്ട് ക്ലാസ് നടക്കുന്നത് നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. ബിക്കോസ് ദിസ് ഇസ് എ മെഡിക്കൽ അക്കാഡമി. ഇവിടുത്തെ ഒരു ഭയങ്കര പേര് കേട്ടിട്ടുള്ള അത്യാവശ്യം നല്ല റെപ്യൂട്ടേഷനുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് താഷ്കൻഡ് മെഡിക്കൽ അക്കാഡമി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മറ്റുള്ള യൂണിവേഴ്സിറ്റി പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പോലെ വി ആർ വെരി ഹാപ്പി ടു ഇൻഫോം യു ദാറ്റ് നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ട്, നിങ്ങൾ ഫീസിൻ്റെ കാര്യത്തിൽ ഡൗട്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടുത്തെ അക്കോമഡേഷൻ റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ഒരു നാട്ടിലുള്ള ഒരു ലിവിങ് എക്സ്പെൻസ്, ഇപ്പോൾ നമ്മൾ ഫീസ് മാത്രമാണ് പറയുന്നത്, കൂടാണ്ട് ലിവിങ് എക്സ്പെൻസ് നമുക്ക് വരാം, പിന്നെ ട്രാവൽ എക്സ്പെൻസ് വരാം, നാട്ടിലേക്കുള്ള എന്നൊക്കെ നമുക്ക് നാട്ടിലേക്ക് പോകാൻ വരാം, ഇതിൻ്റെ ഒരു വാല്യൂ, വേൾഡ് റാങ്കിങ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും ലെവലപ്പ് സ്റ്റഡീസിൻ്റെ ഓഫീസിൽ ഫുൾ ടൈം നമുക്ക് കൗൺസിലേഴ്സ് അവൈലബിൾ ആണ്. നമുക്കറിയാം നമ്മൾ ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു കൺസൾട്ടൻസിയാണ് ലെവലപ്പ് സ്റ്റഡീസ് എബ്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ എനി കൈൻഡ് ഓഫ് ഡൗട്ട്സ് നിങ്ങൾക്ക് ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ലെവലപ്പ് സ്റ്റഡീസ്. ഡ്രീം കം ടു റിയാലിറ്റി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ക്യാമ്പസിനകത്ത് 2 ക്യാൻറ്റീനാണ്, മീൻസ് 2 ഫുഡ് കോർട്ടാണുള്ളത്. അപ്പോൾ ഒരു ഫുഡ് കോർട്ടാണ് കണ്ടത്. അപ്പോൾ ഈ ഫുഡ് കോർട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് പോയി നോക്കാം. ഇത് ഇവിടുത്തെ ഉസ്ബെക്കിയൻ ഫുഡാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഇവിടുത്തെ കൈൻഡ് ഓഫ് ബർഗേഴ്സ്, സോംസ, ഇത് ബർഗേഴ്സാണ്. ബർഗേഴ്സ് ഉണ്ട്, അതുപോലെ വേറെ ബർഗർ. ഇവിടുത്തെ സമയം ഇപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ 3 മണിയാണ്, ഏകദേശം ലഞ്ച് ടൈം കഴിഞ്ഞു. അപ്പം നമുക്ക് ഇവിടുത്തെ ഉസ്ബെക്കിൻ്റെ ഓതൻറ്റിക് ഫുഡാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെ കുട്ടികൾ ഇവിടുത്തെ ഫുൾ പ്രോട്ടീൻ റിച്ച് ഫുഡാണ് കേട്ടോ. ചിക്കൻ, എഗ്, വളരെ കുറഞ്ഞ, ഇപ്പോൾ ഞാനൊക്കെ ഡയറ്റിങ് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഡയറ്റിങ്ങിന് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻസ്, അപ്പോൾ പ്രോട്ടീൻസൊക്കെ കഴിക്കണം, അങ്ങനത്തെ ഡയറ്റ് ഫോളോ ചെയ്യണമെന്നുള്ളവർക്ക് ഈ ഫുഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ബിവറേജസ് ആണ്. ഇവിടെ വരി നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ബിവറേജിൽ വരി നിൽക്കേണ്ട ആവശ്യം നമുക്ക് പോയിട്ട് ആവശ്യമെടുക്കാം. അതായത് നമ്മുടെ നാട്ടിലെ ബെവ്കോ അല്ല പറയുന്നത്, ഇത് ഈസ് കൂൾ ഡ്രിങ്ക്സ്, നമ്മളെ കൂൾ ബാർ എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ കൂൾ ബാറിനെയാണ് ബിവറേജ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ബിവറേജ് എന്ന് പറയാറുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് എടുക്കാം. ഇത് ഒരു സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ അധികം ഇവിടുന്നാണ് അധികം സ്നാക്സ് കഴിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും ഒന്ന് മേടിച്ചു തരുമോ? ഒന്ന് മേടിച്ചതോ? പൈസ ഇതാണ് അവസ്ഥ. കയ്യിൽ പൈസ ഇല്ലാണ്ടാണ് കൂടുതൽ നടക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പൈസ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? ഇവിടുത്തെ പൈസ എത്രയാണ്? ഞാൻ കാണിച്ചത്, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്. ഇത് 20,000 ആണ്, 20,000 രൂപയാണ് നമുക്ക് ഇവർക്ക് കൊടുക്കുന്നത്. എന്തൊക്കെ 20,000 സോമ് കൊടുക്കുകയാണ്. 20,000 സോമിന് എന്തൊക്കെയാണ് ഇവിടെ മേടിക്കാൻ നമ്മൾ നോക്കാം. 20,000 രൂപക്ക് 20,000 രൂപക്ക് വാങ്ങിക്കൊണ്ടിരുന്ന നമുക്ക് എല്ലാവർക്കും ഉള്ള സാധനം ബഷീറയാണ്. 20,000 രൂപക്ക് 20,000 രൂപയല്ല, 20,000 സോംസ് ആണ് കൊടുക്കുന്നത്. 20,000 സോംസ് ആണ് കൊടുക്കുന്നത്. 20,000 സോംസിന് എന്തൊക്കെ നമുക്ക് എന്താണോ കിട്ടുന്നത് നമ്മളെല്ലാവരും ഷെയർ ചെയ്യും. ഓക്കെ, ഒരു 20,000 കൂടെ വേണം നമുക്ക് കൊടുക്കണോ? എന്റെ കൂടെ രശ്മിയും ഉണ്ട്. കോഫി, സ്കോൾക്ക, ഒരു കോഫി. അപ്പോൾ 20,000 രൂപേൻ്റെ 20,000 സോമിനുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതാ ഒരു കോഫിയാണ് 20,000 ഇട്ടത്. ഓ, എല്ലാവർക്കും ഒപ്പിച്ച് കോഫി ആർക്കാണ്? കോഫി ഓരോരുത്തർക്കും ഓരോ മുറുക്ക് കുടിക്കാനുണ്ട്.
അത് എത്ര സാധനം കിട്ടി? 1 2 3 4 5 6 7 8 9 11 ഐറ്റം. 11 ഐറ്റം കിട്ടും. അതായത് 1 രൂപ പോലും ചിലവാക്കി, ഒരു സോമ പോലും ചിലവാക്കിയിട്ടില്ല. ബാക്കിയുള്ള സോമിന് മിഠായി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പൈസ കറക്റ്റ് ചിലവാക്കാൻ നമ്മൾ കൊടുത്താൽ മതി. ഈ പൊട്ടടിച്ച് തന്നോളൂ. അപ്പോൾ ഇവർ ഈ വർഷം താഷ്കണ്ടിലേക്ക് വന്നിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ഇവർ വന്നിട്ടേ ഉള്ളൂ. വന്നതിൻ്റെ ഒരു അഡാപ്ഷൻ ഒരു കാര്യങ്ങളുണ്ട്, ഇതിലേക്ക് അഡാപ്റ്റായി വരുന്നേ ഉള്ളൂ. അപ്പം ഇവർക്ക് അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുണ്ടാവും, ലാംഗ്വേജിൻ്റെ ഒരു ബാരിയർ ഉണ്ടാവും. അതെല്ലാം എല്ലാ കാര്യങ്ങളും ലെവൽ ഓഫ് സ്റ്റഡീസ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ താഷ്കണ്ടിനെ കുറിച്ച് വേറെന്താ പറയാനുള്ളത്? കൺട്രി ഉസ്ബെക്ക് കൺട്രി കുഴപ്പമില്ല. സെയിം ഉസ്ബെക്ക് കൺട്രി എങ്ങനെയുണ്ട്? കൺട്രി നല്ലതാണ്, കൺട്രി കുഴപ്പമില്ല. എക്സ്പ്ലോർ ചെയ്യാനായാലും യൂണിവേഴ്സിറ്റി നല്ലതാണ്. ക്ലിനിക്സൊക്കെ ഓരോ ബിൽഡിംഗ് ആണ്, ഓരോന്നിനും പീഡിയാട്രിക്സിൻ്റെ ബിൽഡിംഗ്. പിന്നെ ഓങ്കോളജിയുടെ ഇപ്പോൾ ഇനാഗുറേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ടായി. അതൊരു വലിയൊരു ബിൽഡിങ് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും കുഴപ്പമില്ല, ഹാപ്പിയാണ്. ഇനി കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുണ്ടെങ്കിൽ വി വിൽ ഹെൽപ്പ് യു. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത് സെൽഫ് സ്റ്റഡിയാണ്. ഓക്കെ, +2 നമ്മൾ പഠിച്ച പോലെയല്ല. നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? MBBS പഠിക്കണം. പിന്നെ 5 വർഷം കോഴ്സുകളിൽ 1 വർഷം സർജൻസി. അപ്പോൾ നമുക്ക് ഓരോ ഘട്ടങ്ങളും നമുക്ക് ഓരോ പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നത്തിനെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് കയറി പോകണം. ഇപ്പം ഇവിടെ പറഞ്ഞ ഒരു കുഞ്ഞു വിഷയം, ലാംഗ്വേജിൻ്റെ ഒരു ബാരിയർ, അത് നമുക്ക് ആ ഒരു സബ്ജക്റ്റിന് മാത്രമേ അത് നമുക്കത് കവറപ്പ് ചെയ്ത് പോയി. അടുത്ത വർഷം ചിലപ്പോൾ അടുത്ത പ്രശ്നമായിരിക്കും. എല്ലാ പ്രശ്നങ്ങളും തലയിൽ വെച്ച് നടക്കരുത്. ആ പ്രശ്നത്തിന് സൊല്യൂഷൻ നമുക്കറിയാം. നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും പിള്ളേരാരും ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നത് കേട്ടിട്ട് വീട്ടിൽ പോയിരിക്കുന്നില്ല, ഉണ്ടോ? നമ്മൾ വീട്ടിൽ പോയിരുന്ന ഓരോ ദിവസവും നമുക്ക് എടുത്തിട്ടുള്ള ടോപ്പിക്ക് നമുക്കറിയാം. ആ ടോപ്പിക്ക് എടുത്ത് ഇരുന്ന് നമ്മൾ തന്നെ പഠിക്കുക. വേറെ ഒരാൾ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പഠിപ്പിച്ചു തന്ന ഒരാൾ നിങ്ങൾക്കത് അറിയണമെന്നുണ്ടോ? പഠിക്കണമെന്ന് നമ്മൾ വിചാരിക്കണം, കഷ്ടപ്പെടണം. പിന്നെ ഈ കാര്യം എന്നല്ല, ലൈഫിന് ഒരിക്കലും നിങ്ങൾ എക്സ്പെക്റ്റേഷൻ കൊടുക്കരുത്. റിയാലിറ്റി വേറെ തന്നെയാണ്, മനസ്സിലായോ? ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും വേറെ തന്നെ സംഗതിയാണ്. ഓരോ കാര്യം നിങ്ങളിപ്പോൾ ഇത് കഴിഞ്ഞു, MBBS കഴിഞ്ഞു, അപ്പം തന്നെ ജോലി കിട്ടും, കുറേ പേഷ്യൻസ് വരും. ഒന്നുമല്ല റിയാലിറ്റി നമ്മൾ വീണ്ടും കഷ്ടപ്പെടണം. ചിലപ്പോൾ PG എടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാലം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നല്ലൊരു ഡോക്ടറായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വീണ്ടും സമയമെടുക്കും. ക്ലിയർ ആയോ? അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. ഹാപ്പി അല്ലേ? ടെൻഷനാണ്? തണുപ്പുണ്ടോ? ക്ലൈമറ്റൊക്കെ എങ്ങനെയാണ്? അഡാപ്റ്റ് ചെയ്തു. ഓക്കെയാണ്. ഫുഡൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ കുക്കിംഗ് ആണോ, സെൽഫ് കുക്കിംഗ് ആണോ? ഹോസ്റ്റൽ അല്ലേ? പേരെന്തായിരുന്നു പറഞ്ഞു? സ്ഥലം കൂടി എന്ന് പറയും? തൃശ്ശൂർ. രശ്മ ഫാത്തിമ, തൃശ്ശൂർ. സഹില, കൊണ്ടോട്ടി. റീമ, തൃശ്ശൂർ. ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. കാരണം ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും അടുത്തുള്ള ഹോസ്റ്റലാണ്, യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിനേക്കാളും ഞങ്ങൾക്ക് നല്ല ഹോസ്റ്റലാണ്. ഈ ഹോസ്റ്റൽ തന്നെ ഞങ്ങൾക്ക് നല്ലതായി തോന്നി. ഇനി മാറാന്ന് പറയുമ്പോൾ നമുക്ക് ഞങ്ങൾക്ക് ഇന്ന് 8 മണിക്ക് ഇനി പീഡിയാട്രിക്സ് ഉണ്ടെന്ന് പറഞ്ഞ്, പക്ഷെ അത് പോസ്റ്റ്പോൺ ചെയ്ത് 12 PM ആക്കി. അപ്പോൾ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയി വരാനുള്ള ടൈം കിട്ടി. അപ്പോൾ ഇത് അതെ ഇവിടെ എടുത്തു.